വരെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നീ ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ ആരുമില്ലെന്ന് നീ കരുതണ്ട. നീ ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ ആരുമില്ലെന്ന് നീ കരുതണ്ട. അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നീ പറയണ്ട. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളൂ, ജീവിതത്തിലെ ഭർത്താവ് അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ ഒരുപാട് തെറ്റുകൾ നിന്റെ ജീവിതത്തിൽ പിഴവുകൾ സംഭവിച്ചു പോകാ. ആ പിഴവുകൾ മുഴുവനും നീ എങ്ങാനും പടച്ചറപ്പിനോട് ഏറ്റുപറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, റമളാൻ മാസം കടന്നു വന്നപ്പോ അല്ലാഹു തന്റെ മലക്കുകളെ മുഴുവനും വിളിക്കുകയാണ്. കോടാനുകോടി മലക്കുകളെ അല്ലാഹു വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, മലക്കുകളെ, ഇനി 30 ദിവസം ഒരേ ഒരു ജോലിയേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. എന്നെ വാഴ്ത്തണ്ട, എന്നെ പുകഴ്ത്തണ്ട, എന്നെ സ്തുതിക്കണ്ട. ഇനി നോമ്പ് തീരുന്നത് വരെ ഒരേ ഒരു ജോലിയേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ ജോലി എന്നറിയുമോ? നോമ്പുകാരൻ ദുആ ചെയ്യുമ്പോ, നോമ്പുകാരൻ ദുആ ചെയ്യുമ്പോ ആമീൻ അല്ലാ, ഈ ദുആ സ്വീകരിക്കണേ അല്ലാ എന്ന് പറയലാണ് നിങ്ങളുടെ ജോലിയെന്ന് അല്ലാഹു മലക്കുകളോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ഒറ്റക്കിരുന്ന് കരഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങൾ ഏറ്റുപറയുമ്പോ എടാ, കോടാനുകോടി മലക്കുകളുണ്ടല്ലോ നിന്റെ കൂടെ ഇരുന്ന് ആമീൻ പറയുകയാ. പടച്ചവരെ സ്വീകരിക്കു തമ്പുരാനേ. കോടാനുകോടി മലക്കുകൾ നിനക്ക് വേണ്ടി ആമീൻ പറയുകയാ. രണ്ടാമത്തെ പ്രതിഫലമെന്ത്? നിസ്കരിച്ചവന്റെ പ്രതിഫലമല്ല, ഖുർആൻ ഓതിയവന്റെ പ്രതിഫലമല്ല, നോമ്പ് പിടിച്ചവന്റെ പ്രതിഫലമല്ല, സദഖ കൊടുത്തവന്റെ പ്രതിഫലമല്ല, പറഞ്ഞവന്റെ പ്രതിഫലമല്ല, വഅദ് കേട്ടവന്റെ പ്രതിഫലമല്ല, തറാവീഹ് നിസ്കരിച്ചവന്റെ പ്രതിഫലമല്ല. ആരുടെ പ്രതിഫലമെന്നറിയുമോ? ജീവിതത്തിൽ ഏതോ ഒരു സാഹചര്യത്തിൽ ചെയ്തു പോയ ഒരു തെറ്റ് പടച്ചറപ്പിന്റെ മുന്നിൽ അല്ലാഹുവേ, തെറ്റുപറ്റി തമ്പുരാനേ, എനിക്ക് വിഷമമുണ്ട് പടച്ചവര്, ഇനി ഒരിക്കലും ചെയ്യില്ല പടച്ചവര്. കുറ്റബോധത്തിന്റെ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യന് പടച്ചറപ്പിന്റെ മുന്നിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഒന്നാമത് അവൻ ദുആ ചെയ്യുമ്പോൾ കോടാനുകോടി മലക്കുകൾ അവന് വേണ്ടി ആമീൻ പറയുകയാ. 2, തൗബ ചെയ്യുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്തുള്ള മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്തുള്ള മലക്കുകള്, അവരുടെ എണ്ണം അല്ലാഹുവല്ലാതെ മറ്റാർക്കും അറിയില്ല. ആ മലക്കുകള് നിനക്ക് വേണ്ടി, ആ മലക്കുകള് നിനക്ക് വേണ്ടി, ഈ കൈപൊക്കിയ നിനക്ക് വേണ്ടി അവർ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ, ഈ പെണ്ണിന്റെ പാപം നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ മലക്കുകൾ ഖുർആൻ പറയുകയാ, കോടാനുകോടി മലക്കുകൾ പടച്ചറപ്പിനോട് പറയുന്നു, നാഥാ, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം ഇവള് ഏറ്റുപറഞ്ഞവളാ, ഇവളുടെ പാപം പൊറുക്കണേ അല്ലാ, ഇവളുടെ പാപം പൊറുക്കണേ അല്ലാ. നിന്നെക്കാലം പൊറുക്കുന്നവൻ ആരാവുള്ളത്? നിന്നെക്കാലം പൊറുക്കുന്നവൻ ആരാവുള്ളത്? അല്ലാഹുവേ, പൊറുത്തു കൊടുക്കണേ. പൊറുക്കണ്ട പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. ഒറ്റക്കിരുന്നിട്ട് പറയുന്നു, അല്ലാ, പടച്ചവരെ, നിന്നെക്കാളും പൊറുക്കുന്ന ഒരുത്തനും ഈ ലോകത്തില്ല. പടച്ചവരെ,
ഏറ്റവും പൊറുക്കുന്നവൻ നീയാണ് തമ്പുരാന്. അല്ലാ, പടച്ചവനെ എന്റെ നഫ്സെന്നെ ചതിച്ചതാ തമ്പുരാന്, ഇബ്ലീസ് എന്നെ ചതിച്ചല്ലോ. ഈ ദുനിയാവിന്റെ ആർഭാടങ്ങള്, ഈ ദുനിയാവിന്റെ ആർഭാടങ്ങള് എന്നെ കൊണ്ട് ചതിച്ചതാ അല്ലാ. എല്ലാം നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം പടച്ചവരെ, എല്ലാം നീ കാണുന്നു എന്നിട്ടും എനിക്കറിയാമല്ല. എന്നിട്ടും ചെയ്തത് ധിക്കരിച്ചല്ല അല്ലാ. നിന്നോടുള്ള ധിക്കാരം കൊണ്ടല്ല ഞാൻ പാപം ചെയ്തത്. അതുകൊണ്ട് എന്നെ ആട്ടിയിറക്കല്ലേ, എന്നെ ആട്ടിയോടിക്കല്ലേ. അല്ലാഹുവിന്റെ മുന്നിൽ ഒന്ന് ഏറ്റു പറയാൻ കഴിയുമോ? ചെയ്തു പോയ ഓരോ പാപവും നീ എണ്ണി എണ്ണി പറയണം. അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്തു പോയ ഓരോ പാപവും അല്ലാഹുവിന്റെ മുന്നിൽ എണ്ണി എണ്ണി പറഞ്ഞിട്ട് കരയണം. അല്ലാഹുവിന്റെ മുന്നിൽ എണ്ണി എണ്ണി പറഞ്ഞിട്ട് കരയണം. നിന്റെ കരച്ചില് കണ്ടാ അല്ലാഹുവിന് പോലും വിഷമം തോന്നണം, അല്ലാഹുവിന് പോലും സങ്കടം തോന്നണം. ഇതുപോലെ കരഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പടച്ചുറപ്പിന്റെ മുന്നിൽ ഈ റമളാനിന്റെ രാത്രിയിൽ പറയാൻ കഴിഞ്ഞ കോടാനുകോടി മലക്കുകൾ നിനക്ക് വേണ്ടി ആമീൻ പറയുകയാ. രണ്ട് മലക്കുകൾ പറയുന്നു, നാഥാ ഇവൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവോട് പറയുന്നു, വഖിഹിം അദാബുൽ ജഹീം. ഇവനെ നരകത്തിലിടല്ലേ അല്ലാ, ഇവനെ നരകത്തിലിടല്ലേ അല്ലാ. ചെയ്തു പോയ തെറ്റവൻ ഏറ്റു പറഞ്ഞുറപ്പ്, ചെയ്തു പോയ പാപമവൻ ഏറ്റു പറഞ്ഞുറപ്പ്. ഇനി അവൻ മടങ്ങില്ല എന്ന് സത്യം ചെയ്യുന്നു റബ്ബ്. നരകത്തിലിടല്ലേ, ഇനി നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ. അല്ലാഹുവേ, മലക്കുകൾ പറയുന്നു, അല്ലാ ഇവനെ നരകത്തിന്റെ തീക്കകത്ത് വലിച്ചെറിയല്ലേ അല്ലാ. എന്നിട്ട് മൂന്ന് കൈപൊക്കിയ പെണ്ണ്, നിനക്കുള്ളതാടി പൊന്നുമോള്. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഞാനല്ല പറയുന്നത്. ഈ കൈപൊക്കിയ നിന്റെ ഈ മനസ്സുണ്ടല്ലോ, ഈ മനസ്സിന് പകരം അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലമെന്ത്? മലക്കുകൾ അല്ലാഹുവോട് പറയുന്നു, അല്ലാ وأدخلهم جنات عدن التي وعدتهم من صلح من آبائهم وأزواجهم وذرياتهم. മലക്കുകൾ അല്ലാഹുവോട് പറയുന്നു, അല്ലാ ഈ പെണ്ണിന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരന്, ഈ മനുഷ്യന് നീ സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാന്. എന്നിട്ട് പറയുന്നു, നാഥാ ഇവന് മാത്രമല്ല, ഇവന് മാത്രമല്ല, ഇവന് ജന്മം കൊടുത്ത ഇവന്റെ വാപ്പയുണ്ടല്ലോ, ഇവന് വേണ്ടി ജീവിച്ച ഇവന്റെ പിതാവുണ്ടല്ലോ, ഈ പെണ്ണിനെ നൊന്ത് പ്രസവിച്ച 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച ഇവളുടെ ഉമ്മയുണ്ടല്ലോ, അവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. പെണ്ണെ, നീ തൗബ ചെയ്തതിന്റെ പ്രതിഫലമാ, ചെയ്തു പോയ പാപമേറ്റ് പറഞ്ഞതിന്റെ പ്രതിഫലം. നിനക്ക് മാത്രമല്ല സ്വർഗ്ഗം, നിന്റെ വാപ്പയ്ക്കും സ്വർഗ്ഗം, നിന്റെ ഉമ്മയ്ക്കും സ്വർഗ്ഗം. അവർക്ക് മാത്രമല്ല. അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, നാഥാ ഇവളുടെ ഭർത്താവിനും സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരന്റെ കൂടെ കിടക്കുന്ന ഇവന്റെ ഭാര്യയ്ക്കും സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. തീരുന്നില്ല മലക്കുകൾ പിന്നെയും ദുആ ചെയ്യുകയാ. വദുരിയാതിഹിം, പടച്ചവരെ ഇവന്റെ രക്തത്തിൽ പിറന്ന ഇവന്റെ പൊന്നാര മക്കളുണ്ടല്ലോ അല്ലാ, ഈ പെണ്ണ് നൊന്ത് പ്രസവിച്ച ഇവളുടെ മക്കളുണ്ടല്ലോ, അവർക്കും സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ.
കോടാനുകോടി മലക്കുകള് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഒരു പാപം ചെയ്യാത്ത, ഒരു തെറ്റും കാണാത്ത കോടാനുകോടി മലക്കുകൾ ദുആ ചെയ്യുന്നത് നിസ്കരിച്ചവർക്ക് വേണ്ടിയല്ല, ഖുർആൻ ഓതിയവർക്ക് വേണ്ടിയല്ലോ, റമദാനിലെ നോമ്പ് പിടിച്ചവർക്ക് വേണ്ടിയല്ലോ, തറാവീഹ് നിസ്കരിച്ചവർക്ക് വേണ്ടിയല്ലോ, വഅദ് സംഘടിപ്പിച്ചവർക്ക് വേണ്ടിയല്ലോ, വഅദ് കേട്ടവർക്ക് വേണ്ടിയല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എപ്പോഴോ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞതിന് പകരം മലക്കുകൾ ഇങ്ങനെ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സമാധാനായ കുറച്ചു നേരമായിട്ട് നോക്കിക്കാൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ഹജ്ജ് ചെയ്തവന്റെ ഉംറ ചെയ്തവന്റെ പാപമല്ല, ജീവിതത്തിൽ നീ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് നീ ഏറ്റുപറഞ്ഞ നീ ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ ആരുണ്ട്? കോടാനുകോടി മലക്കുകൾ. 2, നിനക്ക് വേണ്ടി മലക്ക് ദുആ ചെയ്യും, അല്ലാഹ് ഇവന്റെ പാപം പുറത്തു കൊടുക്കണം. 3, അല്ലാഹുവേ ഇവനെ നരകത്തിലിടരുത്. 4, ഇവന് സ്വർഗം കൊടുക്കണം. 5, ഈ പെണ്ണിന്, ഈ തൗബ ചെയ്ത ഈ പെണ്ണിന് ഇവളെ പ്രസവിച്ച ഉമ്മായിക്കും വാപ്പായ്ക്കും സ്വർഗം കൊടുക്കണം. മാത്രമല്ല ഇവളുടെ ഭർത്താവിന് കൊടുക്കണം. മാത്രമല്ല ഇവള് നൊന്ത് പ്രസവിച്ച മക്കൾക്കും കൊടുക്കണമെന്ന് മലക്ക് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവസാനത്തെ പ്രതിഫലം മലക്കുകൾ ദുആ ചെയ്യും, വഖിഹിമു സയ്യിആത്ത്, അല്ലാഹുവേ വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ ഇവളെ കൊണ്ടിടല്ലേ അല്ലാഹ്, പടച്ചവനെ വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ, തെറ്റിലേക്ക് വീണ്ടും കൊണ്ടുപോകല്ലേ അല്ലാഹ്, നീ സംരക്ഷിക്കണേ എന്ന് മലക്ക് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ കൈവക്കിയവർക്കുള്ള പ്രതിഫലമാണ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി കൈപൊക്കാത്തവർക്കുള്ള പ്രതിഫലം, നിന്നെ ഞാൻ എന്ത് പറയാനാ വാപ്പ, നിങ്ങളെ ഞാൻ എന്ത് പറയാനാ? ഇത്രയും പറഞ്ഞിട്ടും നിനക്ക് തൗബ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി. നബിയെ, പറയാനുള്ളത് പറഞ്ഞു കൊടുത്തേരെ, ചെയ്യുന്നതും ചെയ്യാത്തതും അവന്റെ ഇഷ്ടം, ഞാൻ നോക്കിക്കൊള്ളാൻ അള്ളാഹ് ഏറ്റിട്ടുണ്ട്. പറയാനുള്ളത് പറഞ്ഞു കൊടുക്ക, പിന്നെയും അനുസരിക്കാത്തവൻ പോട്ടെ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഉമ്മ, ഒറ്റ ആയത്തെ എനിക്ക് നിന്നോട് പറയാനുള്ളൂ, വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, തിരിച്ച് നീ അങ്ങോട്ട് തന്നെ പോകാനുള്ളതാ, അത്രയേ ഉള്ളൂ. ഒറ്റ ആയത്തേ ഉള്ളൂ. ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം പോലും നിന്നെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയാൻ മനസ്സില്ലാത്ത അത്രയ്ക്കും കഠിന ഹൃദയാണ് നീയെങ്കിൽ ഈ ആയത്ത് നീ പഠിച്ചോ പൊന്നുമോളെ. അവസാനം ഈ ആഘോഷവും ഈ സുഖവും ഈ ആർഭാടവും ഈ സന്തോഷവും ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ നീ ഒരിക്കൽ പോകണ്ടേ? അന്ന് അല്ലാഹ് നോക്കിക്കൊള്ളും നിന്റെ കാര്യം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.